കമോണ്ടർ മഹേഷേ Yes, so guys, welcome. Hi guys, ഇല്ല സോ ഗൈസ് വെൽക്കം ബാക്ക്. അതെ, വീണ്ടും ഞങ്ങള് ഇന്ന് മടിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള കുറച്ചൊരു താമസം. അതിന് മടിയെന്ന് വേണമെങ്കിൽ പറയാല്ലേ. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ യൂസ് ചെയ്യുന്ന ഗിയർ അല്ല, വേറൊരു ഗിയറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പഴയ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയണം. എന്റെ ഗിയറാണ് യൂസ് ചെയ്തത്, ഗിയർ. ലോക്കൽ ഗിയർ എന്ത് ചെയ്യാ, നമ്മള് ഒരേ ഗിയർ. യെസ്, അബി എന്തോ പറയാൻ. ഇപ്പൊ എന്താ പറയാ, ഇന്നലെ ഇല്ല മിഞ്ഞാന്നല്ലേ നമ്മുടെ സഞ്ജു സാംസന്റെ കളി കണ്ടു കഴിഞ്ഞപ്പോ അതെ ഓർക്കായിരുന്നു പണ്ട് നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു ക്രിക്കറ്റ് കണ്ടിരുന്നത്. അതെ, സച്ചിൻ എന്നുള്ളൊരു ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ പറഞ്ഞത് വെച്ചപ്പോ ഞാൻ സച്ചിൻ കഴിഞ്ഞിട്ട് കളി ഓൾമോസ്റ്റ് വിട്ട്, പിന്നെ വേൾഡ് കപ്പ് അങ്ങനത്തെ മെയിൻ കളികൾ ഒക്കെ കാണും നല്ലാതെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ സഞ്ജു ഔട്ടായ കളി നിർത്തും. അത് പണ്ട് സച്ചിൻ ഔട്ടായ കളി നിർത്തുന്നില്ലേ, അത് സഞ്ജുവില് വന്നിട്ടുണ്ട് എനിക്ക്. മലയാളി ആയതുകൊണ്ടായിരിക്കാം, അല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കുറെ പേര് മൊത്തത്തില് എല്ലാരും കട്ടയ്ക്ക് കൂടെ അവന്റെ മീൻസ് ലാളിത്യം ഉണ്ടല്ലോ, സച്ചിന്റെ ലാളിത്യം, അതല്ല റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ സംസാരിക്കണം, ആ സാധനം സഞ്ജുനുണ്ട്. പിന്നൊരു ഓറ ഉണ്ടല്ലോ സച്ചിനും സെവാഗ്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇപ്പോ ഇത്രയും അടുത്ത കാലം കിട്ടിയിട്ടില്ല. അതായത് ആ ഒരു വൺ ഡേ ഏകദിനത്തില് ഒരു 6:30 ആകുമ്പോ അവര് ഇറങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് വല്ലാത്തൊരു മൊമെന്റ്. ബാക്കിൽ ക്യാമറ കാണിച്ചാണ്ട് അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു അത് കഴിഞ്ഞ് പിന്നെ വിരാട് കോഹ്ലിയും പിന്നെ രോഹിത് ശർമ്മ വന്ന് വിരാട് വിരാട് കോഹ്ലി ടൈമില് ഓപ്പണിംഗ് വിരാട് കോഹ്ലിയും രോഹിത് ആയിരുന്നു. ഇപ്പൊ സഞ്ജുവിന്റെ എന്ന് പറയുമ്പോ ഗംഭീരം സേവനമായിരുന്നു. കൊറേ മീൻസ് ഒരു എത്ര വർഷത്തോളം അവർ തന്നെയായിരുന്നു ഇപ്പൊ അവൻ കോച്ചായി. സമയം വേഗം പോകുന്നു, പ്രായം കൂടുന്നു, പക്ഷെ അതിനൊന്നും ഞങ്ങൾ തളരത്തില്ല. സഞ്ജുവിന്റെ കളി ഇഷ്ടമായ കാരണം സഞ്ജു ചുമ്മാ അങ്ങനെ അടിക്കില്ല, അവൻ ബോള് നോക്കിയിട്ട് നല്ല ഡ്രൈവ് ആയിരുന്നു. നല്ല ആ ഒരു ശൈലി കളി കളിക്കുന്നതാണ്. ഇപ്പൊ കുറെ മാറ്റം വരുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 6:30 സമയത്തൊക്കെ കളി കാണുമ്പോഴേ ചില സമയത്ത് ഗ്രെയിൻസ് വന്നിട്ട് നമ്മള് മുകളിൽ പോയിട്ട് ആനിനെ തിരിച്ചിട്ട് താഴെ ബൂസ്റ്ററില് നമ്മളിത്. അപ്പൊ നമ്മളെ അവസാനം എന്റെ വീട്ടിലിപ്പോ സീരിയലൊക്കെ കാണുന്ന സമയമാകുമ്പോ ഗ്രെയിൻസ് ഒക്കെ വരുമ്പോഴേ ഇവര് അവസാനം എന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആക്കി. പല ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ റൗണ്ട് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്, ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ കേബിള് ടിവിന്റെ ബാക്കിൽ ആ പ്ലഗ് ചെയ്യുമ്പോൾ അവിടെ ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഒന്ന് സെറ്റ് ആക്കി ശ്രദ്ധിച്ചിട്ടില്ലേ ആ ഒരു ഇങ്ങനെ നമ്മൾ പതുക്കെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം, മോളിൽ തിരിക്കണം. അതേതാടാ എനിക്കറിയില്ല. അതെന്താ സംഭവം? അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ളതുകൊണ്ട് നല്ല റേഞ്ച് ആണല്ലോ. അല്ല അതെന്താ അത് മനസ്സിലായില്ല. അതൊരു ഡിഷിന്റെ പോലത്തെ എന്തെങ്കിലും ബോക്സ് ആണ്, ഒരു യെല്ലോയിഷ് ആണ്. അതിങ്ങനെ നമ്മള് ബ്ലാക്ക് കളറിലാണ് മറ്റേ ട്യൂൺ ചെയ്യണ ഉള്ള. അത് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ചാനൽ ട്യൂൺ ചെയ്യുന്നതൊക്കെ ഗ്രീൻസ് മാറ്റും. അതൊരു എന്താ പറയാ കളറുള്ള സാധനം വരും, പിന്നെ ബ്ലൂ കളറ്, പിന്നെ മറ്റൊരു പിങ്ക് എന്തൊക്കെയോ ആയിട്ട് വരുന്നല്ലോ. പിന്നെ ആകെ 2 ചാനൽ ദൂരദർശൻ മെട്രോ ചാനൽ ഉണ്ടായിരുന്നു. അതില് എന്താ വെച്ചാ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാ ആദ്യം കാണുന്നത് കുറച്ച് കാർട്ടൂൺസാ. അത് ഈ മെട്രോ ചാനലിലുള്ള സെറ്റ് അന്നൊക്കെ വിശ്വസിച്ചിരുന്നു, ഇന്ന് വിശ്വസിക്കുന്നില്ല. ട്രിപ്പിൾ എച്ച് ജഫാടി ആ സമയത്ത് നമ്മൾ ഡ്രാമ എന്ന് വിചാരിക്കുന്നില്ലല്ലോ. കാരണം ഞാനൊക്കെ കുറെ വർഷം കഴിഞ്ഞിട്ട് അറിയണം.
ഞാനിത് പേപ്പറിൽ എന്തോ വായിച്ചതാണത്. അതില് അല്ല ഇപ്പം അഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവര് തന്നെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രാമയാണ്, അവരുടെ എന്താ പറയാ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിപ്പോ മറ്റേ ഈ അണ്ടർടേക്കറും കെയിനും ചേട്ടനും കെയിനുമാണ്. പിന്നെ അതിന്റെ ഒരു അതെ ചേട്ടൻ ഭയങ്കര രസം. അത്രയ്ക്ക് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാല്. ചേട്ടൻ അല്ല അതിൽ ഞാൻ ഹൾക്ക് ഹോഗന്റെ ഒക്കെ ഫാനാണ്. റക്കീഷി അറിയാം, റക്കീഷി റോക്ക് ഉണ്ടായിരുന്നു. റോക്കുണ്ട് റക്കീഷി ഇവര് ഏറ്റവും കൂടുതൽ റിക്കീഷി ഇതില് ഏറ്റവും കൂടുതൽ ഇവരെ നമ്മള് അറിയാനുള്ള കാരണം തന്നെ കാർഡ്സാ. നമ്മള് കാർഡ്സ് കളിക്കും. ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കാർഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പൊ ഭവനൊക്കെ ഇല്ലേ, ഓസ്ട്രേലിയയുടെ ഭവനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് ആദ്യം പറയേണ്ടത് ഇതാണ് സ്ട്രൈക്ക് റേറ്റ്. അതായത് ഭവന മുട്ട സ്ട്രൈക്ക് റേറ്റ് ആരും ഇല്ല. ഇംഗ്ലണ്ട് ലെഫ്റ്റി ഉണ്ടല്ലോ ട്രിസ്കോത്തിക് ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്റ്റി വന്നു കഴിഞ്ഞാൽ ക്യാച്ചസ്. പിന്നെ ഷെയ്ൻ വോൺ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പ്ലെയേഴ്സിന് അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റൺസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സച്ചിനെ കിട്ടി. അപ്പൊ നമ്മൾ വിളിക്കൂ. ചില സമയത്ത് വിക്കറ്റ്സ് വിളിച്ച സച്ചിന്റെ കാടകൾ പോകുമ്പോ വല്ലാത്തൊരു അന്ന് കാർഡുകൾ കുറെ ഉണ്ടായിരുന്നു. അതായത് അന്ന് നിങ്ങൾ കളിച്ച കാർഡ് ഞങ്ങളുടെ നാട്ടിൽ കളിച്ച കാർഡ് വേറെയാണ്. ഏത് ഇപ്പോ ഞാൻ പിക്ചർ കളിക്കാനാണ് നല്ലത്. പിക്ചർ അപ്പോ രണ്ടുപേരും കാർഡ് ഉണ്ടാവും. ഇതിനെ വെക്കും, വെച്ച് നീയും വെക്കും ഞാനും വെക്കും. അത് കളിച്ചു നിങ്ങള്. അപ്പോ ഞാൻ സച്ചിൻ വെച്ച്, അപ്പൊ നീയും സച്ചിൻ വെച്ചാല് അത് നിനക്ക് എടുക്കാം. മനസ്സിലായില്ലേ? ഞാൻ സച്ചിൻ വെച്ച് നിന്റെ ആ ഫുള്ളി നിനക്ക് എടുക്കാം. അങ്ങനെ ഒരു കളിയായിരുന്നു ക്രിക്കറ്റും WWE എടുത്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കിട്ടി. WWE ട്രിപ്പിൾ എച്ചോ അല്ല, നമ്മുടെ ബിഗ് ഷോനെ വെയിറ്റ് മാർക്ക് ഹെൻറി ബിഗ് ഷോ. അങ്ങനെ ചിലവരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ചില പറയും. അപ്പൊ അത് പറയും, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാ. കാരണം അടിച്ചിടാനായിട്ട് ഇവരെ മാറ്റി വെക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ വേറൊരു ഇതില്ല, ഒരു കാർഡ് പോലെ തീപ്പെട്ടി വെറൈറ്റി ഡിസൈൻസ്. എനിക്ക് ഇപ്പോഴും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളത് തീപ്പെട്ടി കളക്ട് ചെയ്യും. അന്ന് എല്ലാരും ബീഡി വലിക്കുന്നവരൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് തീപ്പെട്ടി കിട്ടും. പിന്നെ സിഗരറ്റ് സിസറിന്റെ ബോക്സ് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് അതറിയോ, യെല്ലോ ഗോൾഡ്. ഇത് ചെയ്തിട്ടുണ്ടാ? അതിന് ഓരോ വാല്യൂ ഉണ്ട്, അതിനൊക്കെ ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗോൾഡ് അന്ന് ഗോൾഡ് ഒരു യെല്ലോ കളറും റെഡ് കളറായിരുന്നു ഗോൾഡ്. ഗോൾഡിനകത്ത് എല്ലോ വരുന്നെന്തോ അങ്ങനെ ഗോൾഡ് ബ്രാൻഡ്. സിഗരറ്റിന്റെ ആ പാക്കിന്റെ കളർ പണ്ട് ഒരു ഫുൾ യെല്ലോ ഫുൾ റെഡ് ആയിരുന്നു. എന്നിട്ട് അത് മടക്കുമ്പോൾ ചെരുപ്പോണ്ട് കയറിട്ട് കളിക്കണ ഒരു പറയുന്നുണ്ട്. നിങ്ങൾ നാട്ടിൽ ഞാൻ അതിനകത്തുണ്ടല്ലോ ആ സിഗരറ്റ് പാക്കിന്റെ ഉള്ളില് അതിന്റെ ഉള്ളില് ഫുൾ ആക്കി കഴിഞ്ഞാല് ഒരു ഡോട്ട് കിട്ടും, ചെറിയൊരു സ്ക്വയർ 3 കളറുള്ള. അത് ഞാൻ അതിന്റെ ഉള്ളില് അതുപോലെ കളിച്ചിരുന്ന ഒരു സംഭവം നൂറാങ്കോലി. അടിച്ചിട്ട് അടിക്കണോ? അത് കുട്ടിയും പോലെ അല്ലേ? മറ്റേത് ഈർക്കിളി വെച്ചിട്ടോ? അത് ഞാൻ കളിച്ചിട്ടില്ല. ഭയങ്കര രസമാണ്, കളിക്കാവുന്ന സാധനം. നിലത്തിങ്ങനെ പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിൽ കൂടുന്ന സമയത്ത്. അതുപോലെ തന്നെ ഉള്ളതാണ് ലൂഡോ കളിക്കണ്ടല്ലോ. നമ്മൾ ലൂഡോ പോലെ തന്നെ കളിക്കും. നമ്മൾ പറയാ പഴുത്തു അല്ലെങ്കിൽ അങ്ങനെ നമ്മള് കളിച്ച്. അല്ല, വേറൊരു സാധനം പഴുത്തു പറഞ്ഞപ്പോഴാ വേറൊരു കളി ഉണ്ടായിരുന്നു. സൂചി കണ്ടുപിടിക്കാന്ന് വെച്ചാല് നമ്മളൊരു ഗിവൺ ഏരിയയില് ഒരാള് സൂചി ഒളിപ്പിച്ച് വെക്കും. അത് കുറെ പേര് ഇങ്ങനെ അറിയും. അപ്പൊ നമ്മള് ഇത്തറാകുമ്പോ ചൂടായി അത് പക്ഷെ നമ്മള് ഭയങ്കര കുറച്ച് പേരുണ്ടാവും. പക്ഷെ നല്ല രസം നിൽക്കുന്ന ഒബ്സർവേഷൻ സ്കില്ലേ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ്. ആ സമയത്തുള്ള കളികളൊന്നും ഇപ്പം ആരും അങ്ങനെ കളിക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും ഇപ്പോഴും കളിക്കാവുന്നതാണ്. പിന്നെ നല്ല ഫൺ ഗെയിമാണ്. നമ്മള് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുന്ന സമയത്ത് അങ്ങനെ പേരുണ്ട്. പിന്നെ 100 കാലും നമുക്കൊരു 5 പേരൊക്കെ സുഖമായിട്ട് കളിക്കാൻ പറ്റും. അടിപൊളിയാ. ഇപ്പൊ നമുക്ക് എനിക്കോന്ന് അറിയാൻ വേണ്ടിട്ട് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് കാർഡ്സിൽ നമ്മൾ കളിക്കണത് കഴുതിയും പിന്നെ അതുപോലെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആണ്.
പണ്ട്. അതുകൊണ്ട് മീൻസ് പിന്നെ ഇങ്ങനെ ചീത്തപ്പേരുണ്ടല്ലോ ഈ ചീട്ട് കളി. അതുകൊണ്ട് നമ്മളെ ചീട്ട് കളിച്ച കുടുംബം നമ്മൾ കാർഡ് അല്ല ആ ടൈമില് ഉണ്ട്, മെഷൂറൊക്കെ ഉണ്ട്. അതല്ല പണ്ട് റമ്മി കളിക്കുന്ന സമയത്ത് ഈ അപ്പന്മാരും മുതിർന്നവരൊക്കെ കളിക്കുന്ന സമയത്ത് അവര് പൈസ വെച്ച് ആക്ച്വലി കളിക്കുന്നത്. അതുകൊണ്ടാണ് മെയിൻലി പറയുന്നത് കുടുംബം നശിച്ചു. ഞാൻ കണ്ടു നമ്മള് വീടിനടുത്ത് പാടാണ്, എന്നിട്ട് പാടത്തിന്റെ കൈതമുള്ളല്ലേ, കൈതമുള്ളിന്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് കളിക്കും പ്രായ ആൾക്കാർ. എന്നിട്ട് പോലീസൊക്കെ വന്നിട്ട് ഇവന്മാരെ ഓടിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ചീട്ടൊക്കെ. അപ്പൊ ഇപ്പോ നടന്നു പോകുമ്പോഴൊക്കെ ചീട്ട് അന്നൊരു ഒരു ബ്ലൂ കളറിൽ മറ്റേ നമ്മള് കിങ്ഫിഷർ ആയിരുന്നു, കൊക്കുണ്ട്. അതായത് പണ്ട് ഒരു അവര് പ്രോയാണ്, പ്രോ ടീംസ് ആണ്. ചെസ് കളിക്കാൻ ഭയങ്കര രസമാണ്. ചെസ് എപ്പോഴും ഉണ്ടല്ലോ. ചെസ് എപ്പോഴും ഉണ്ടല്ലോ. നമ്മളെ പ്രായത്തിലൊന്നും ഞങ്ങളെ പ്രായത്തിലൊന്നും ചെസ് നമുക്ക് അത്ര ഇതില്ലെന്നുണ്ടെങ്കിലും പിന്നുള്ള ഗോലിയായിരുന്നു, കോട്ടിക്കളി. ഗോട്ടി ഗോലി പലതും പറയാം. ഇപ്പൊ നമ്മുടെ ഇവിടെ അടിക്കത്തില്ലേ ഇൻ കേസ് എന്താ മോശം. എന്റെ എല്ലാ എടുത്തിട്ട് കൂടെ പിള്ളേര് അല്ല മീൻസ് നമ്മളിപ്പോ എന്തായാലും തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടിയിടത്തില്ലേ? അങ്ങനെ ഡിഫറെന്റ് മോഡ് ഉണ്ട്. അതിൽ കുറെ ഉണ്ട് കേട്ടോ, കുറെ തരം കളികളുണ്ട്. ഓരോ നാടെത്തുമ്പോഴും ഡിഫറെന്റ് സ്റ്റൈല് കളിയാണ്. ഇപ്പൊ ഓരോ നാട് നമ്മള് നമ്മുടെ നാട് എന്ന് പറഞ്ഞാല് ഞാൻ തൃശ്ശൂര്, മലപ്പുറം, കൊല്ലം, പിന്നെ തൃശ്ശൂര്. ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെന്റ് രീതിയിലാണ്. ഇത് ഈവൻ ക്യാരംസ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലല്ലേ ക്യാരംസ് റൂൾസ്. ആണോ? റൂൾസ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഈ ക്യാരംസിലും ഇതിലും ഗോട്ടികളിലും എനിക്ക് ഇതുവരെ അത്ര സെറ്റ് ആയിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ അന്ന് സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ പെൺപിള്ളേർ വരെ കളിക്കായിരുന്നു. പെൺപിള്ളേർ വന്ന് ഞങ്ങളിവിടെ കളിക്കായിരുന്നു. ഒരു ഏജ് എനിക്ക് തോന്നുന്നു പിന്നെ ആകാശം ഭൂമി ആകാശം ഭൂമി അതേതാ? അതായത് ആകാശം പറഞ്ഞ് മുകളിൽ നിൽക്കും. അത് ഞങ്ങളുടെ അവിടെ ഇത് പറയും കുളംകര. അത് ഇപ്പൊ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഫ്ലോറിഷ് ലാവ കണ്ടിട്ടില്ലേ? ആ ഫ്ലോറിൽ മൊത്തം അത് ഇതിന്റെ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ വേറൊരു കളി ഞാൻ പറയാൻ വന്നല്ലോ, അയ്യോ മറ്റേ ഒരു 8 കളം വെച്ചിട്ട് ഒറ്റക്കാലി. അല്ല കക്കല്ല, നമ്മളിങ്ങനെ ഒറ്റക്കാലിൽ കുത്തിയിട്ട് നമ്മള് ഒരു എന്തിനോ മേലെ ചാടിയിട്ട് അത് എടുക്കണം. നീക്കി കൊണ്ടുപോയിട്ട് കൊണ്ടുവല്ലോ നമ്മൾ ചാടിയിട്ട് അതിന്റെ മേലെ കല്ലാണ്, സാധനം കല്ലാണ്. ഒരു എന്താ പറയാ, എന്നിട്ട് ഇങ്ങനെ ഒറ്റക്കല്ല് തന്നെ നിൽക്കണം. പല ആക്ഷൻസ് ഉണ്ട്. കല്ലുകളിയല്ല, ചേച്ചിമാരൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അതിന്റെ റൂൾസ് മറ്റേ ലൈനിൽ കാൽ ടച്ച് ചെയ്യാൻ പാടില്ല, ചാടിക്കാണ്ട് മറന്നുപോയി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എക്സാക്ട് റൂൾ. ശരിക്കും മറന്നുപോയി. ഈ ഗെയിംസ് ഒക്കെ ശരിക്കും റിട്രീവ് ചെയ്യണം അല്ലേ? മറ്റേത് അറിയോ, നമുക്കിപ്പോ കുറച്ച് മുമ്പ് കളിക്കാലോ. ആർക്കവിടെ സമയം അല്ല ഇപ്പൊ ആൾക്കാരെ എന്റർടൈൻമെന്റ് നോക്കിയാണ്. അല്ല ഇപ്പൊ നമ്മള് പാർക്കിലൊക്കെ പോകുമ്പോ വെറുതെ വരച്ച് കളിക്കാലോ. എസ്പെഷ്യലി ഇവിടെ നമ്മള് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഗ്യാദർ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നല്ല വർക്കൗട്ട് ആവും. അതെ, ചില കളിക്ക് നമുക്ക് വർക്കൗട്ട് കളിക്കും. മൂറാങ്കോലും പിന്നെ സൂചി നൈസ് ആയിരിക്കും. ഇത് അറിയില്ലേ മറ്റേ 7 കല്ലടിക്കിച്ചിട്ട് ഞങ്ങളുടെ 70s എന്ന് പറയുന്നത്. അതിന്റെ എറിഞ്ഞിട്ട് കോളേജ് പോയപ്പോഴാണ് കളിച്ചത്. എറിപ്പന്ത് കളി അത് വേറെ. അതല്ല 7 കല്ല് ഓടും, എന്നിട്ട് അത് കറക്റ്റ് സമയത്ത് വന്നിട്ട് ഒരാൾ സെറ്റ് ചെയ്ത് വെക്കണം തിരിച്ച്. അതേപോലെ ഏറുപന്ത് ഡിഫറെന്റ് അല്ലേ? പക്ഷെ അതില് കല്ലില്ല, അതില് കല്ല് സെറ്റ് ചെയ്യുന്നില്ലല്ലോ ഏറുപന്ത്. അത് ചുമ്മാ എടുത്ത് അറിയുന്നില്ലേ ഫസ്റ്റ്? അങ്ങനല്ലേ? അതന്നെ സെയിം അപ്പൊ ഡിഫറെന്റ് കളിച്ചിട്ടില്ലേ? പഠിക്കുമ്പോഴാണ് കോളേജ് കളിക്കും, ബിടെക് പഠിക്കുന്ന കോളേജിൽ കളിച്ചിട്ടില്ലേ? കോക്കോ അറിയില്ലേ? അത് ആക്ച്വലി നാഷണൽ സ്റ്റേറ്റ് ഗെയിം ഒക്കെ ആണത്. ഞാൻ സ്കൂളിൽ കളിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര സീന. അത് അടിയാ, ബാക്കിൽ വന്നിട്ട് പട്ടപ്പട്ടയെന്ന് അടിക്കും. അത് ഭയങ്കര കുറച്ച് എഫക്റ്റീവ് കളിയാ. നല്ല ഓടണം. ഒരു ക്യാച്ചറും 3 റണ്ണേഴ്സ് അങ്ങനെ എന്തായിരുന്നു. ഞങ്ങൾ എന്താ ഇതേമാതിരി അടിക്കണ പരിപാടി വെച്ചാൽ നമ്മളിങ്ങനെ സ്കൂളിൽ പിള്ളേർ തമ്മിൽ എന്താ പറയാ എന്തെങ്കിലും പേര് യൂസ് ചെയ്താലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറയും.
മാക്കളി ഒരക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്ഷരത്ത് കളിച്ച് അടി തരുമല്ലോ. ഫ്രണ്ട്സ് സ്കൂൾ ടൈമിൽ അത് നമ്മള് മനഃപൂർവ്വം വെച്ച്, അതായത് നോക്കിയിരിക്കും അത് പറയാനുള്ള അടി എന്ന് പറയാൻ. റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് പിന്നെ ദംഷരാർട്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ദംഷ്ട്രാസ് ഞാൻ എന്റെ സമയത്ത് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ദംഷ്ട്രാസ് കളിച്ചു. അന്താക്ഷരി ഉണ്ട്, അന്താക്ഷരി പണ്ടോട്ടുണ്ട്. അന്താക്ഷരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് ഒരു പുസ്തകം പേരെന്താ, അങ്ങനെന്തോ പാട്ടുപുസ്തകം. പാട്ടുപുസ്തകമാണ്, പക്ഷെ അതിന് ഓരോ പേരില്ലേ, പേരുണ്ടായിരുന്നില്ലേ ആ സമയത്ത്? പാട്ടുപുസ്തകം എല്ലാ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ലിറിക്സ് ഉണ്ടാവും, അത് വായിക്കാം, പാടാൻ. പിന്നെ അതുപോലെ വേറൊന്നാണ്, നമ്മള് ഈ പണ്ട് ഇങ്ങനെ കാസറ്റ് ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ വരുമ്പോ, അതായത് പാട്ടുകൾ വരുമ്പോ റെക്കോർഡ് ചെയ്യാൻ വെക്കും വേറെ ടൈപ്പ് റെക്കോർഡില്. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് ചിലപ്പോ പകുതി ഉണ്ടാവുള്ളൂ. അത് പറ്റിയിട്ടുണ്ട്. ടേപ്പ് റെക്കോർഡർ ഇല്ലായിരുന്നു എല്ലായിടത്തും, ഓരോ കളർ കാസറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ മോഹൻലാലിന് ഏതാ കാലാപാനിയിലൊക്കെ പാട്ട് കേൾക്കുന്നത്. അതിന്റെ മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതിന് മുന്നില്. സംസാരിക്കും. അത് ഭയങ്കര ലെങ്തായിട്ടോ, ലെന്തിയാണ് ആക്ച്വലി സംസാരിക്കും. ഹരി മുരളീരായിട്ട് ഒരു ചിത്രഗീതം കാണാനും, പിന്നെ അതുപോലെ തന്നെ പ്രതികരണം കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കാത്തിരിക്കുന്നില്ല. കാത്തിരിക്കില്ല, ദൂരദർശനില് കാത്തിരിക്കുന്ന ചാനൽസ് ഒക്കെ ഏതൊക്കെയാ? ചാനലല്ല ആക്ച്വലി, പ്രോഗ്രാംസ്. ഇംഗ്ലീഷില്, ഹിന്ദിയില് ചിത്രഹാർ അല്ലേ? അല്ല, ഈ നമ്മുടെ ഈ ഇതില്ലേ മറ്റേ ഈ സൂപ്പർ ഹീറോ സാധനങ്ങളൊക്കെ ഇല്ലേ? ജുമാൻജി ഉണ്ടായിരുന്നു ആ സമയത്ത്. ജുമാൻജിന്റെ കാർട്ടൂൺ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മെട്രോ ചാനൽ ഹിന്ദി ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ജുമാൻജി സിനിമ ജൂനിയർ ജി. ജൂനിയർ ജി പെൻസിൽ വെച്ചിട്ട് വരച്ച് അത് കിട്ടുന്ന ശക്കലൊക്കെ പോകും. അത് കിട്ടില്ലായിരുന്നു. ഗംഭീര സംഭവം ഉണ്ടായിരുന്നില്ലേ, പോകോലാന്ന് തോന്നുന്നു. ഏത് പോകോ? അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ട് മറ്റേ ഇത് ഉണ്ടാക്കുന്നത്, അതായത് വരയ്ക്കണതും അത് കേബിളുള്ള വീട്ടിലുണ്ടാവുള്ളൂ. എനിക്കറിയാം. പോഗോ ചാനലുണ്ട്. പോഗോ ചാനൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഡിഡി മാത്രം. ബോബ് ദ ബിൽഡർ, പിന്നെ ഒരു പെൻഗ്വിൻ. അത് പിക്കാച്ചു വേറെ കാർട്ടൂൺ നെറ്റ്വർക്കില്ലേ, പോക്കിമോൺ പിക്കാച്ചു കണ്ടില്ലേ? പിന്നെ ബേബ്ലേഡ്. നമ്മളൊന്നും അത് അങ്ങനെ തോന്നുന്നു. ഒന്നും കൂടി ജനറേഷൻ പിന്നെ വേറൊരു ഒരു ഡൈനോസർ ഉണ്ടല്ലോ, കുട്ടി ഡൈനോസർ. ബേബ്ലേഡ് ഞാൻ പറയട്ടെ. ഞങ്ങൾക്ക് തുടങ്ങിയപ്പോഴേ CBSE ആണോ നിങ്ങള്? നമ്മള് പാസ്സായി. എന്നിട്ട് ജസ്റ്റ് അല്ല, ഞാൻ പാസ്സായി. ബേബ്ലേഡിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതില് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. റേ, പിന്നെ അതുപോലെ തന്നെ വേറെ 2-3 സത്യം പറഞ്ഞ ഓർമ്മയില്ല. മാക്സ് ഉണ്ട്. അതിപ്പോഴും നമുക്ക് ഇവിടെ കിട്ടും മേടിക്കാനായിട്ടാ. 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട്. കൂട്ടുകാരിത് കൊണ്ടുവന്നിട്ട് ഉരുളിയിൽ വെച്ചിട്ട്, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഇതിനൊരു ബേസ് ഒക്കെ ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ ഉരുളിയിലാണ്. കളിയാണോ? ആക്ച്വലി ബേബ്ലേഡ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് പോലെ രണ്ടുപേരും ഒന്നി ഫൈറ്റ് ചെയ്യുന്നു. പോക്കിമോണില് അനിമൽസ് തമ്മിൽ ഫൈറ്റ്. പോക്കിമോൺ സോറി, ഈ ജനറേഷൻ ടീംസിനെ അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അവനറിയില്ല. സോ ടോപ്പിക്ക് മാറി കഴിഞ്ഞാൽ ബോറിംഗ് ആവും.
ഇത് കാർട്ടൂൺ നെറ്റ്വർക്കാ. ഇത് കാർട്ടൂൺ നെറ്റ്വർക്ക് അല്ല. ഞങ്ങള് സോറി ഞങ്ങളാണ് നമ്മളിപ്പോ കുറച്ചും കൂടെ ജനറേഷൻ പോട്ടെ, ബാക്ക് പോട്ടെ അല്ലേ? ചാനലില് പിന്നുള്ളത് ഏതാ? എനിക്ക് തോന്നുന്നു ഇത് എല്ലാ എല്ലാ ശനിയാഴ്ച രാത്രി ഇത് ഉണ്ടാവും, സംഭവങ്ങൾ കണ്ടുണ്ടാവും. പ്രേതങ്ങൾ സീരീസ് ഉണ്ട്. അയ്യോ ഒട്ടകത്തിലെ മരുഭൂമി. ആ അത് കാണുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് നല്ല, അത് ഈ ഒട്ടകത്തിലെ മരുഭൂമി നല്ല പണ്ടല്ലേ, കൊറേ പണ്ടല്ലേ? നല്ല ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെക്കാളും ഉൾട്ടാൻ തോന്നുന്നു. അല്ല നീ ഈ കൂട്ടത്തിലെ ആശാനാണോ? കൊമ്പനാ. അല്ല അന്ന് നമുക്ക് ആ ഒരു ചെറിയ പ്രായമല്ലേ, അന്ന് ഈ പ്രേതങ്ങളെ പടം കണ്ടിട്ട് രാത്രി പണ്ടത്തെ എന്താ നമ്മള് വെള്ള സാരി അത് നമ്മള് അത് ഓരോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ സിനിമയില്ലേ ഏതാ പ്രേതത്തിന്റെ മലയാളം പടം ആദ്യം ആകാശദൂത്. അല്ലല്ല, പ്രേതപടമൊന്നുമല്ല, ആകാശഗംഗ. അല്ല അതിനെക്കാട്ടി മുന്നേ സിനിമ ഉണ്ട്, അതിനേക്കാളും മുമ്പുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഈടൊക്കെ കണ്ട്. ആകാശഗംഗ കാണുമ്പോഴേ അന്ന് ആകാശഗംഗ പേടിപ്പെടുന്ന പടം തന്നെ അത് അന്ന് നമ്മക്ക് അത്ര മെച്ചൂരിറ്റി ഇല്ലല്ലോ, നമ്മക്കന്ന് മെച്ചൂരിറ്റി ഇല്ല. നമുക്ക് ഈ ചെറിയ ചെറിയ പടങ്ങൾ കണ്ടാ പിന്നെ അടുത്ത ഇതില് ഇവനെ കൊണ്ട് പാടിക്കും നമ്മള്, ഇതിനെ കൊണ്ട്. പിന്നെ ഈ പക്ഷെ ലിസ കണ്ടത് ഓർമ്മയുണ്ട് കേട്ടോ. ലിസ കണ്ടത് എനിക്ക് ഓർമ്മ, ലിസ കണ്ടത് ശരിക്കും പേടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ലിസ പിന്നെ പണ്ട് ഈ ഉത്സവത്തിന് ഒരു നാടകം ഉണ്ടല്ലോ, ഒരു പ്രേത നാടകം, സ്ഥിരമായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഇപ്പോഴും അല്ല, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് ഭയങ്കര സെറ്റപ്പിൽ അവര് ചെയ്യുന്ന ഒരു നാടകമുണ്ട്. പിന്നെ അത് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ്. ഓക്കെ, കത്തനാര് കത്തനാരുണ്ട്, കടമറ്റത്ത് കത്തനാര്. അത് എന്താ ഒരു ഫുൾ എന്താ സാധനമല്ലേ സീരിയല്. പിന്നെ വേറെ സംഭവമാണ് മറ്റേ ഇത് വേറെ സീരിയലായിരുന്നു നമ്മുടെ ഇത് സോറി ബ്രോ, രക്തരക്ഷസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. രക്തരക്ഷസ് അതിന്റെ അതാ തോന്നുന്നു എനിക്ക്. അല്ല അതിന്റെ നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വിക്രമാദിത്യനും വേതാളം എന്ന് പറഞ്ഞിട്ട് സീരിയൽ ഉണ്ടായിരുന്നു. വിക്രമാദിത്യനും വേതാളം അറിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഏതാണെന്നറിയോ, ഇതില് കൊറേ ഡോക്യുമെന്ററീസ് ഉണ്ടായിരുന്നു. അതില് ട്രാവൽ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ട്രാവൽ ഡോക്യുമെന്ററീസ് ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അതായത് സീരീസ് അതുണ്ടായിരുന്നു. പുസ്തകം ബേസ് ചെയ്തിട്ടുള്ള നോവൽസ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഗംഭീരായിരുന്നു. പിന്നെ ലളിതഗാനങ്ങളൊക്കെ അതല്ല ലളിതഗാനുണ്ട്. മോഹൻലാലൊക്കെ ഒന്ന് പാടിയിട്ടുണ്ട് ചിത്ര ലളിതഗാനം. അതിലെപ്പോഴും ഉള്ളത് ജി വേണുഗോപാലിന്റെ. പക്ഷെ അതൊക്കെ ഇതറിയില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വി ചാനലില് ഡ്യൂ ഡ്രോപ്സ് അറിയോ? ഡ്യൂ ഡ്രോപ്സ് വി ചാനൽ ചാനൽ ഉണ്ടായിരുന്നു. അതില് ഡ്യൂ ഡ്രോപ്സ് ഇതൊക്കെ കേബിൾ വരുന്ന ഇത് കേബിൾ വരുന്നത് അല്ല. വി ചാനൽ എന്ന് പറഞ്ഞാൽ അതന്നെ. പക്ഷെ കൈരളി അല്ല, അത് വേറെ ഡിഫറെന്റ് ചാനലാണ്. ആൽബം സോങ്സ് കൂടുതൽ. നമ്മളവിടെയൊക്കെ 2 ചാനലുണ്ടല്ലോ. തൃശ്ശൂരൊക്കെ പോകുമ്പോ ഇപ്പൊ വല്യമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോ എങ്ങനെയാ വെച്ചാല് അവിടെ കേബിളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ റിമോട്ട് എടുക്കുമ്പോ നമുക്ക് ഈ 2 ചാനൽ കഴിഞ്ഞാൽ ഇതെങ്ങനെയാ പോവാന്ന് അറിയില്ല. അതായത് ഇങ്ങനെ 3 ഡിജിറ്റ് 2 ഡിജിറ്റ് ഒക്കെ അടിക്കണല്ലോ. 2 ഡിജിറ്റ് അടിക്കാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ നോക്കി കയറുന്നുണ്ട് ഇതെങ്ങനെ 2 ഡിജിറ്റ് അടിക്കണം. അപ്പൊ 1 2 ഇങ്ങനെയൊക്കെ ചില സമയത്ത് എപ്പോഴും തെറ്റും. 3 ഡിജിറ്റ് ഒക്കെ റിമോട്ടിൽ സ്വാപ്പ് പ്രീവിയസ് അതൊക്കെ ഓർമ്മയില്ലേ? അതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു കേട്ടോ. എനിക്ക് അറിയത്തില്ല, കാരണം ഫസ്റ്റ് ആയിട്ട് കാണുന്ന സമയത്ത് എന്താ നിന്റെ മോതിരം പുച്ഛം കുറച്ച് ബുദ്ധിക്ക് ഫസ്റ്റ് ടൈം റിമോട്ട് ഇപ്പൊ എങ്ങനെയായിരുന്നു പെട്ടെന്ന് മനസ്സിലായി. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് നമുക്കറിയണ്ടായിരുന്നില്ല എങ്ങനെയാന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ബുദ്ധിയിൽ റിച്ച് ഫാമിലി എന്ന് പറയാൻ. പക്ഷെ 2 ചാനൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ടാ അതെ. ഞങ്ങൾ പക്ഷെ വല്യമ്മ വീട്ടിലൊക്കെ പോകുമ്പോ നമുക്ക് അടുത്ത വീട്ടിലോ വേറെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റും അടുത്തുള്ളവരൊക്കെ വന്നിട്ട് പ്രത്യേക ടി വി ഉള്ളടത്ത് എല്ലാരും കൂടി എല്ലാ ഞായറാഴ്ച 4 മണി സിനിമയ്ക്ക് വരും. ഞങ്ങളെ അടുത്ത വീട്ടിലൊരു വൈദ്യുതി വീടുണ്ട്. ആ വീട്ടിൽ ഞങ്ങൾ പോകും. ആ സമയത്ത് എന്റെ വീട്ടില് ടി വി ഭയങ്കര എന്തോരം ആൾക്കാരുണ്ടാവില്ലേ. ചെറിയ കുഞ്ഞു ടി വി ഫുള്ള്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ 2000 മറ്റേ വേൾഡ് കപ്പില് സച്ചിൻ 600 എടുത്ത 600 സംതിങ് എടുത്തില്ലേ?
ടോട്ടല്. വേൾഡ് കപ്പില വേൾഡ് കപ്പ് പക്ഷെ വേൾഡ് കപ്പ് കിട്ടിയില്ല. കിട്ടിയില്ല. ഓസ്ട്രേലിയ ടീമല്ലേ ടീമല്ല, സച്ചിൻ മാത്രം. സച്ചിന് 600 സച്ചിന്റെ അച്ഛൻ മരിച്ചല്ലോ 600+ അല്ലേ? അപ്പൊ അത് ഏത് ടെസ്റ്റ് അല്ലോ 2003 അല്ലടാ, ODIയുടെ ക്യാമ്പയിൻ ഇല്ലേ അത്? 2003 വേൾഡ് ടോട്ടലോ? അല്ലടാ, ODI ആ മൊത്തം സീരീസ്. അങ്ങനെ ടോട്ടൽ റൺസ് 2003 വേൾഡ് കപ്പാന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു മറ്റേ മരിച്ചു പോയിട്ടുള്ള ഒരാളില്ലേ, മറ്റേ ഇംഗ്ലണ്ടിന്റെ സൗത്ത് ആഫ്രിക്കയിലാണ് ക്ലോസോ അങ്ങനെ എന്താ അങ്ങനെ ഒരാളുണ്ട്. മറ്റേ ഇതില് പ്ലെയിനിൽ മരിച്ച ക്രാഷിലാണ്. ഇത് റിക്കി പോണ്ടിങ്ങിന്റെ ടീം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടൈമാ ഇന്ത്യ ഫൈനലെത്തിയത്. മഗ്രാത്തിന്റെ ദേശത്തിൽ ഇന്ത്യ സച്ചിൻ 2ാം ബോളിൽ പൊങ്ങി അടിച്ചത്. അയ്യോ, അത് ഫൈനല് അന്ന് തോറ്റല്ലോ. അത് കാണുന്നത് അത് സത്യം പറഞ്ഞ അന്നത്തെ ഇന്ത്യ സച്ചിൻ പോയി. സച്ചിൻ പോയി ഗാംഗുലി ഇല്ലായിരുന്നോ? ഗാംഗുലില്ല, സേവാഗായിരുന്നോ ഓപ്പണിംഗ്? സേവാഗായിരുന്നു നിന്നു 90 റൺസ് എടുത്തു. ഗംഭീറും അങ്ങനെന്തോ ഗംഭീർ ജയിപ്പിച്ചത് അടുത്ത വേൾഡ് കപ്പ്. അതെ അതെ. പക്ഷെ സച്ചിൻ അടിച്ച് മേലെ എനിക്കറിയാം. വിട്ടുപോയി. ഞാൻ പറഞ്ഞു, ഈ വേൾഡ് കപ്പ് നടക്കുമ്പോ പല സമയങ്ങളിലും കരണ്ട് പോകും. എന്നിട്ട് KCBക്ക് ഒരു പോക്കുണ്ട് എല്ലാരും കൂടി. അത് രക്ഷയില്ലേ? അല്ല, നമുക്ക് ഫുട്ബോൾ സമയത്ത് മറ്റേ ഫുട്ബോളൊക്കെ നൈറ്റ് ക്രിക്കറ്റ് മാത്രല്ല ഫുട്ബോള് ആ സമയത്ത് പക്ഷെ ഒരു കാര്യമുണ്ട്, ഫുട്ബോളിന്റെ സീസൺ എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാഗങ്ങളിലേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ അത്ര അല്ല. വേൾഡ് കപ്പിന്റെ സമയത്ത് എല്ലാ ഈവൻ എന്താ പറയാ മലബാർ സൈഡിൽ ഇന്ത്യ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ സമയത്ത് പവർ അല്ല. ആ സമയത്ത് അതല്ലേ ക്ലബ്ബ് അല്ലാണ്ട് ഞാൻ പറയാ വേൾഡ് കപ്പ് സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര പവറാണ്. അല്ല, നിങ്ങളുടെ നാട്ടിൽ അന്ന് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഇങ്ങനെ കളിക്കാൻ പോക്കുണ്ടായിരുന്നു ഫുട്ബോള്. നമ്മുടെ മൈതാനം ഉണ്ടായിരുന്നു. ഏതാ ബോൾ യൂസ് ചെയ്യാ? മറ്റേ പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ സ്റ്റംബറോ? ചെൽസൺ അറിയോ? ചെൽസണും സ്റ്റംബറും. നമ്മൾ ഈ സൂചിപ്പിന്നെ എടുത്തിട്ട് ആ ഒരു പ്രഷർ കളയാനുണ്ട് അല്ലേ? എന്തിന്റെ? ബോളിന്റെ പേരാണോ ചെൽസൺ? ഞങ്ങള് വിക്ടറോ ഞങ്ങൾക്ക് എനിക്ക് എന്റെ അവിടെ പക്ഷേ ഇതല്ലായിരുന്നോ ടെന്നീസ് കോർക്ക്? ഹാർഡ് ബോൾ. അത് സ്റ്റെമ്പർ വാങ്ങാൻ തന്നെ കാശ് 15-20 രൂപ 15 രൂപ എന്നല്ലേ നമ്മളെല്ലാരും കൂടെ ഷെയർ ഇട്ടൊക്കെ മേടിക്കുന്നത്. ഈ ഒരു ബാറ്റ് മേടിക്കാൻ പറ്റുന്ന പാടുണ്ടല്ലോ എന്റെ അമ്മ. അതാണ് അല്ല ഞാൻ പറഞ്ഞത്. ഇവൻ അതിലും കളിക്കാറുണ്ട് ശരിക്കുള്ള ബാറ്റ്. ഫസ്റ്റ് മോഡൽ നമ്മൾ യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് ബോൾ കളിച്ചു. ഫസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ബോൾ. ഇത് സ്കൂളില് റബ്ബർ അല്ലേ, നോർമൽ റബ്ബർ. ആ റബ്ബർ ചുരുട്ടി ഒരു ബോൾ തൊട്ട് ഞാൻ നല്ല രീതിയിൽ അങ്ങനെ കളിക്കാറുണ്ട്. പല എന്താ പറയാ, കൊറേ കഴിഞ്ഞപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞ രണ്ടെൻഡിലും ബാറ്റ്സ്മാൻമാര് നിന്ന് തുടങ്ങിയത് നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ. നിങ്ങൾക്ക് അറിയായിരുന്നു മുന്നേ, അതായത് ഒരു ഓവർ കഴിയുമ്പോഴത്തേന് ബാറ്റ്സ്മാൻ കളി കാണോണ്ട് അറിയാലോ, അറിയാലോ. കളിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചിന്തയില്ലല്ലോ. അങ്ങനെയില്ല, അതൊരാള് മാത്രമേ പറ്റൂ. പിന്നെ വേറെ നമ്മൾ സ്കൂളിൽ ഞങ്ങള് ഗ്യാപ്പിന്റെ ഇടയിൽ കൈ കൊണ്ട് ഈ പറഞ്ഞ പോലത്തെ എന്താ പറയാ മറ്റേ പേപ്പർ കൈ കൊണ്ട് അടിക്കണം. ഞങ്ങള് മറ്റേ ഇത് ബോർഡില്ലേ, എക്സാം ബോർഡില്ലേ, ആ ഒരു നമ്മൾ മെഡിക്കൽ എക്സാം എഴുതാൻ അത് വെച്ച് കളിക്കായിരുന്നു. ഐസ്ക്രീമിന്റെ ബോളില്ലേ, അതിനകത്ത് പേപ്പർ ചുരുട്ടി കയറ്റി. അതൊക്കെ കിട്ടില്ലായിരുന്നുണ്ടോ? സത്യമാണോ? ക്ലാസ് റൂമിൽ കളിക്കായിരുന്നു. അല്ല, ക്ലാസ് റൂം എക്സാം കഴിഞ്ഞാൽ എല്ലാരും പോവല്ലോ. അപ്പൊ ആ റൂം നമ്മള് ഗ്രൗണ്ട് പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കളിക്കും. വൺ ടച്ച് ഒക്കെ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. അന്ന് ഉണ്ടാക്കിയൊരു ബാറ്റ്. അന്ന് നമുക്ക് ബാറ്റ് ഒന്നും പൈസ ഇല്ല. അന്ന് എന്റെ വീട്ടില് ഒരു വീട് പണി കഴിഞ്ഞുകൊണ്ട് ഒരു മരം ഉണ്ടായിരുന്നു മറ്റേ അതില്. എന്നിട്ട് അത് കൊണ്ടുപോയി മില്ല് കൊണ്ടുപോയിട്ട് ആ സമയത്തിട്ട് അന്ന് ഞങ്ങള് പ്രായക്കാർക്ക് ടീം ഉണ്ട്. ഞങ്ങളന്ന് മറ്റേ ഈന്തപ്പന്റെ മറ്റേ ഇലോണ്ടൊക്കെ കിട്ടിക്കാണ്ട് ഒരു ചെറിയ ക്ലബ്ബൊക്കെ ഉണ്ടാക്കി, റൂമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ക്ലബ്ബാക്കി 10 ഞങ്ങൾ ക്ലബ്ബ് അതായിരുന്നു. അങ്ങനെ ആക്കി ടീമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എടുത്ത് നാട്ടിലൊക്കെ ടൂർണമെന്റ് കളിക്കാൻ പോകും. തൊട്ടപ്പുറ ക്ലാസ് മാത്രല്ല, നമ്മള് നാട്ടിലാണെങ്കിലും ഈ ടൂർണമെന്റ് ഇപ്പൊ അപ്പുറത്തക്കാരായി കളിക്കാൻ പോകും. പിന്നെ അതുപോലെ ഒന്നാണ് സെവൻസ് ഫുട്ബോൾ.
അത് ആക്ച്വലി ഭയങ്കര ഉത്സവം പോലാണ്. സെവൻസ് ടൂർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഒരുപാടുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ അല്ലേ 5 ഉണ്ട്. ഇപ്പം ആക്ച്വലി സ്പോർട്സിന് വേണ്ടിട്ട് നമ്മുടെ നാട്ടില് കാണാൻ ആൾക്കാരൊന്നും ഇല്ല. നാട്ടില് ഇപ്പം ടർഫ് എന്തോരായി ടർഫ് പിന്നെ നല്ല കാര്യം. പക്ഷെ അതിന് പാടങ്ങൾ പറയണ്ടോ, സ്ഥലങ്ങൾ പോകുന്നുണ്ട്. കളിക്കാൻ സമയങ്ങളുണ്ട്. പണ്ട് പാടത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് പിച്ചാക്കും അല്ലെ, പിച്ചാക്കിട്ട് അവിടെ ആരുടെ പാടണമെന്ന് ആർക്കറിയാം. ഒന്നും നോക്കില്ല, അങ്ങ് കയറി കളിക്കാൻ. അന്ന് കൊയ്ത്ത് അല്ല, ചില സ്ഥലത്ത് ഓഫ് കളിക്കാൻ പറ്റില്ല, ചില സ്ഥലത്ത് ലെഗ് കളിക്കാൻ പറ്റില്ല. ഈ പോസ്റ്റ് സ്ട്രെയിറ്റ് ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റ് അത് സ്റ്റെമ്പ് ആക്കി കളിക്കലുണ്ട്. സമയം കളിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ആ സമയത്ത് നമുക്ക് ഓഫ് സൈഡിൽ കളിക്കാൻ പറ്റത്തില്ല. ഏത് സൈഡാണ് ഗ്യാപ്പ്, ഇപ്പൊ ലെഗ് സൈഡ് ആണെങ്കിൽ ലെഗ് സൈഡ് മാത്രം, ഓഫ് സൈഡ് ആണെങ്കിൽ ഓഫ് സൈഡ്, അങ്ങനെ കളിച്ചിട്ടുണ്ട്. പട്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പട്ടയുടെ ബാക്കില് സ്റ്റെമ്പ് വെക്കണത് ഇങ്ങനെയാണല്ലോ. അതായത് പട്ട എടുത്തിട്ട് പട്ടയുടെ ബാക്കില് നമ്പർ സപ്പോർട്ട് കൊടുക്കും, പട്ട ഇങ്ങനെ നിൽക്കും. അതായത് സെയിം മടല് അല്ലെങ്കിൽ ഈവൻ ഈ തടി കഷ്ണമൊക്കെ ഇല്ലേ, ഈ മറ്റേ ബിൽഡിങ് ഒക്കെ അത് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് കൊടുത്തിട്ട് ഭാഗം വെച്ചാണ്ട് ഇങ്ങനെ അതെ അതൊക്കെയാണ്. ക്രിക്കറ്റ് ഒരു വികാരമായിരുന്നു ആ സമയത്ത്, ഇപ്പോഴും. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ബാറ്റ്സ്മാന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമ്മൾ വെക്കുന്ന സ്റ്റെമ്പിന്റെ പ്രാധാന്യമൊന്നും ഇല്ല ബോളറിന്റെ അവിടെ. നമുക്ക് അവിടെ അന്ന് നമുക്ക് MRF ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടില് മന എടുത്ത് മില്ല് കൊണ്ടുപോയി. അന്ന് മില്ല് കൊണ്ടുപോയി അവർ കൊണ്ട് അവിടെ ബാറ്റ് ഉണ്ടാക്കി നല്ല. അന്ന് ആ ബാറ്റ് നല്ലൊരു അത്യാവശ്യം അന്ന് ഞാൻ തടി അല്ല, ഞാൻ അത്യാവശ്യം തടിയുള്ളതുകൊണ്ട് എനിക്കത് എടുത്ത് പൊക്കാൻ പറ്റാവും. അങ്ങനെ ഞാൻ അത്യാവശ്യം കളിക്കുന്നുണ്ട് അന്ന്. അതിലന്ന് വീട്ടില് ബാക്കിയുണ്ടാകുന്ന പെയിന്റ്, റെഡ് പെയിന്റ്, അത് ആ ബാറ്റിന്റെ മേലെ MRF കിട്ടിക്കാണ്ട് അതോടെ കളിച്ചിരുന്നു. പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ബാറ്റിലുണ്ടല്ലോ ഒരു വ്യത്യസ്തത വന്നത് പിന്നീട് എപ്പോഴാ വെച്ചാല് IPL തുടങ്ങിയ ശേഷം ഹെയ്ഡൻ കൊണ്ടുവന്നത്. അത് പക്ഷെ കൊറേ കാലം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ IPL അല്ല ആക്ച്വലി വന്നത്, വേൾഡ് കപ്പിലല്ലേ. ബാറ്റിനൊരു അത് വേൾഡ് കപ്പിലല്ലേ വന്നത്, മങ്കൂസ് വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പില് ശ്രീശാന്ത് ഒക്കെ ഉള്ള സമയത്ത് ഹെയ്ഡൻ കൊണ്ടുവന്നത്.